ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഷോർട്ട് കട്ട്സ് നോക്കുകയാണ്. സോ ഫസ്റ്റ് ഷോർട്ട് കട്ട് വരുന്നത്, ഇഫ് ആർ ഇസ് ദ സിമ്പിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദെൻ ദ എമൗണ്ട് ബിക്കംസ് ഡബിൾ ഓഫ് ഇറ്റ് സെൽഫ് ഇൻ 100/r ഇയേഴ്സ്. അതായത് ആറാണ് സിമ്പിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് മീൻസ് അതിൻ്റെ ഡബിൾ എമൗണ്ട് ആവും. ഇൻട്രസ്റ്റ് കൂടിയിട്ട് അതിൻ്റെ ഡബിൾ എമൗണ്ട് ആവും. എപ്പോൾ 100/r ഇയേഴ്സ് എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയത്തിനുള്ളിലാണ് ആ എമൗണ്ട് ഡബിൾ ആവുന്നതെന്ന് കിട്ടും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് ടൈം പീരിയഡ് amount deposited of rupees 12,000 will become double from 10% per annum simple rate of interest. ഓക്കെ, അതായത് എത്ര സമയത്തിനുള്ളിലാണ് നമ്മൾ 12,000 എന്ന് പറയുന്ന എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡബിൾ ആവുന്നത്, അല്ലെങ്കിൽ 24,000 ആയിട്ട് ഡബിൾ ആവുന്നത് എപ്പോൾ 10% സിമ്പിൾ ഇൻട്രസ്റ്റ് ഉള്ള കേസിൽ. അപ്പോൾ ഇവിടെ ആർ എത്രയാണ്? 10% ആണ്. ദെൻ എമൗണ്ട് എത്രയാണ്? 12,000 ആണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 100/r എന്ന് പറയുമ്പോൾ 100/10%, ദാറ്റ് ഈസ് ഇക്വൽ ടു 10 ഇയേഴ്സ്. അപ്പോൾ 10 വർഷത്തിനുള്ളിലാണ് 12,000 എമൗണ്ട് 10 വർഷത്തിന് 10% സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാവും? 24,000 ആയിട്ട് ഡബിൾ ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷോർട്ട് കട്ട്. അപ്പം നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞത് എത്രയാണ്? എമൗണ്ട് ഈസ് ഇക്വൽ ടു 12,000 ആണ്. ദെൻ റേറ്റ് ഈസ് ഇക്വൽ ടു 10% ആണ്. ടൈം നമ്മൾ എത്രയാണ് കണ്ടെത്തിയത്? 10 ഇയേഴ്സ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? P × R × T/100 is equal to 12,000 × 10 × 10/100 എന്ന് പറയുമ്പോൾ 12,000 എന്ത് കിട്ടും? സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയായി? 10 വർഷത്തിന് ശേഷം ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ എമൗണ്ട് ഈസ് ഈക്വൽ ടു, ഓക്കെ ഇവിടെ പ്രിൻസിപ്പൾ ആണ്, സോറി, എമൗണ്ട് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൾ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 12,000. ആഫ്റ്റർ 10 ഇയേഴ്സ് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയുണ്ട്? 12,000 ഈസ് ഈക്വൽ ടു 24,000. അപ്പോൾ എന്തായി? ആഫ്റ്റർ 10 ഇയേഴ്സ് 24,000 ആയി, അതായത് ഡബിളായി. അപ്പോൾ അടുത്ത ഷോർട്ട് കട്ട്, ഇഫ് R is the simple interest then it will become triple of itself in 200/r years. നേരത്തെ പറഞ്ഞത് ഡബിൾ ഓഫ് ഇറ്റ് സെൽഫ് ആണ്, ഇവിടെ ട്രിപ്പിൾ ആണ് കേസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ വാട്ട് ടൈം പീരിയഡ് എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഓഫ് rupees 50,000 will become triple if simple interest is 12.5% per annum. ഓക്കെ, അതായത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? 50,000 ആണ്. 50,000ൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓക്കെ ട്രിപ്പിൾ ആവുന്നത് ഈസ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് വരുന്നത് 12.5% പെർ ആനം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് വരുന്നത്? അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 50,000. ദെൻ റേറ്റ് എത്രയാണ് പറയുന്നത്? 12.5%. മുകളിൽ പറഞ്ഞ ഇക്വേഷൻ എന്താണ്? 200/r. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിലാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ ഓക്കെ, അപ്പോൾ 200/r എന്ന് പറയുമ്പോൾ 200/12.5% is equal to 16 ഇയേഴ്സ്. ഓക്കെ, 16 വർഷത്തിനുള്ളിലാണ് എന്ത് ചെയ്യുന്നത്? ട്രിപ്പിൾ ആവുന്നത്. ഓക്കെ,
അപ്പോൾ ഇതാണ് സെക്കൻഡ് ഷോർട്ട് കട്ട്. അപ്പോൾ നമ്മളൊക്കെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ കണ്ടെത്തിയത് പ്രിൻസിപ്പൽ 50,000 നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റേറ്റ് 12.5% ആണ് തന്നിട്ടുണ്ട്. ദെൻ ടൈം ഈസ് ഈക്വൽ ടു 16 ഇയേഴ്സ് ആണ് നമ്മൾ കണ്ടെത്തിയത്. സോ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? P × R × T/100. ദാറ്റ് ഈസ് 50,000 into 12.5 into 16/100. നമുക്കൊന്ന് ചെയ്തു നോക്കാം. 50,000 into 12.5 into 16 divided by 100. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 lakh ആണ്. ഓക്കെ, 1 lakh എമൗണ്ട് ആണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? എമൗണ്ട് ട്രിപ്പിൾ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ എമൗണ്ട് എത്രയാണ്? പ്രിൻസിപ്പൽ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 50,000 പ്ലസ് 1 lakh എന്തുണ്ട്? സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ടോട്ടൽ 1,50,000 ആണ് നമുക്ക് എമൗണ്ട് ആയിട്ട് കിട്ടിയിരിക്കുന്നത് 16 ഇയേഴ്സിന് ആഫ്റ്റർ ആയിട്ട്. 1,50,000 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ ട്രിപ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ഷോർട്ട് കട്ട് വരുന്നത്. ഇനി അടുത്ത ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിലാണ്. ഇഫ് ആർ ഈസ് ദ കോമ്പൗണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദെൻ ദ എമൗണ്ട് വിൽ ബിക്കംസ് ഡബിൾ ഓഫ് ഇറ്റ് സെൽഫ് ഇൻ 72/r ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വാട്ട് ടൈം പീരിയഡ് amount deposited of 12,000 will becomes double from 10% per annum compounded annually. ഓക്കെ, ആനുവലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, എത്രയാണ് വരുന്നത്? നമ്മൾ കണ്ടു പ്രിൻസിപ്പൽ എത്രയാണ്? 12,000 ആണ്. ദെൻ റേറ്റ് വരുന്നത് എത്രയാണ്? 10% ആണ്. ഇക്വേഷൻ എങ്ങനെയാണ്? 72/r ആണ്. ദാറ്റ് ഈസ് 72/10 എന്ന് പറയുമ്പോൾ 7 ഇയേഴ്സും 0.2 മന്ത്സും ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 0.2 മന്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഇയേഴ്സ് പ്ലസ് 0.2 into 12 months ആണ്. ഓക്കെ, 0.2 into 12 months എന്ന് ഉദ്ദേശിക്കുന്നത് 0.2 into 12 എന്ന് പറയുമ്പോൾ 2.4 ആണ് വരുന്നത്. സോ നമുക്ക് ഇത് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 7 years 2 months ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 0.2 വന്നു കഴിഞ്ഞാൽ 7.2 വന്നു എന്ന് വിചാരിച്ചിട്ട് 7 years 2 months ആവത്തില്ല. ഇത് ഇപ്പോൾ 7.6 ആണെന്നുണ്ടെങ്കിൽ 7.5 ആണ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ 0.5 into 12 എന്ന് പറയുമ്പോൾ 6 months ആണ് നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് ഓപ്ഷൻസ് തരുന്ന സമയത്ത് നമ്മളെ കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? 7 years 2 months എന്നൊക്കെ ഒറ്റയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നേരെ അങ്ങ് പോയി ചെയ്യരുത്. 0.2 അല്ലെങ്കിൽ പോയിന്റ് എത്രയാണോ കിട്ടുന്നത് അതിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് വേണം മന്ത്സ്ക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് തേർഡ് ഷോർട്ട് കട്ട്. സോ നെക്സ്റ്റ് ഷോർട്ട് കട്ട് വരുന്നത് ഇഫ് ആർ ഇസ് ദ കോമ്പൗണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദെൻ ദ എമൗണ്ട് ബിക്കംസ് ട്രിപ്പിൾ ഓഫ് ഇറ്റ് സെൽഫ് ഇൻ 114/r. ഓക്കെ, 114/r ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ 2 ഷോർട്ട് കട്ടിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസ് വന്നപ്പോൾ ഡബിൾ വരുന്നത് 100/r ട്രിപ്പിൾ വരുന്നത് 200/r ആണ്. പക്ഷെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ 72ന്റെ ഡബിൾ നേരെ പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തില്ല, കിട്ടത്തില്ല. 72ന്റെ ഡബിൾ എന്ന് പറയുന്നത് 144 ആണ്. പക്ഷെ ഇവിടെ 114 ആണ്. അപ്പോൾ അതൊരിക്കലും മാറരുത്. ഓക്കെ, ആ ഒരു റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ്. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ ഡബിൾ ചെയ്യുന്നത് 100ലും ട്രിപ്പിൾ ആവുന്നത് 200ലും ആണ്. പക്ഷെ ഇവിടെ ഡബിൾ ചെയ്യുന്നത് 72ലും ദെൻ ട്രിപ്പിൾ ആവുന്നത് 114ലും ആണ്. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വാട്ട് ടൈം പീരിയഡ് amount deposited of 50,000 will become
triple if compound interest rate is calculated at 12.5% per annum. ഓക്കെ, ക്വസ്റ്റ്യൻ കുറച്ച് ഷോർട്ടാക്കിയാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഇൻ വാട്ട് ടൈം പീരീഡ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 50,000 ആണ്. പ്രിൻസിപ്പിൾ 50,000 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്നത് 12.5% പെർ ആനം കോമ്പൗണ്ടഡ് ആനുവലി. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 50,000, ദെൻ റേറ്റ് എന്ന് പറയുന്നത് 12.5 പെർ ആനം. അപ്പോൾ ഇക്വേഷൻ അപ്ലൈ ആണെങ്കിൽ 114/R എന്ന് പറയുമ്പോൾ 114/12.5 ഈസ് ഈക്വൽ ടു 7.6. ഓക്കെ, 7.6നെ നമ്മൾ എന്ത് ചെയ്യണം? ഇയേഴ്സ് ആൻഡ് മന്ത്സിൽ കൺവേർട്ട് ചെയ്യണം. 7നെ നമ്മൾ 7 ഇയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. ദെൻ 0.6 മന്ത്സ്. ഓക്കെ, അപ്പോൾ ഓപ്ഷനിൽ മേ ബി എന്തുണ്ടാവും? 7 ഇയേഴ്സ് ആൻഡ് 6 മന്ത്സ് എന്നുണ്ടാവും. പക്ഷെ അതല്ല കറക്റ്റ്. 0.6 മന്ത്സ് എന്ന് പറയുന്നത് 0.6 × 12 മന്ത്സ്, ദാറ്റ് ഈസ് 7 മന്ത്സ് ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് എത്രയാണ്? 7 ഇയേഴ്സ് ആൻഡ് 7 മന്ത്സ് ആണ്. അപ്പോൾ ഓപ്ഷനിൽ 7 ഇയേഴ്സ് ആൻഡ് 6 മന്ത്സും ഉണ്ടാവും, 7 ഇയേഴ്സ് ആൻഡ് 7 മന്ത്സും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആൻസർ 7.6 കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഏതിനായിരിക്കും ടെൻഡൻസി കൂടുക? 7 ഇയേഴ്സ് ആൻഡ് 6 മന്ത്സ് ടിക്ക് ഇടാനായിരിക്കും ടെൻഡൻസി കൂടുക. ആൻസർ അതല്ല, 7 ഇയേഴ്സ് ആൻഡ് 7 മന്ത്സ് ആണ് കിട്ടേണ്ടത്. സോ ദിസ് ഈസ് ദ 4th ഷോർട്ട് കട്ട്. അപ്പോൾ നെക്സ്റ്റ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്, ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് compound interest is given for 2 years, in such a case P will be D into 100 square and R square. Okay, അതായത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ ആ എമൗണ്ടിന് 2 വർഷത്തിൽ ഉണ്ടാവുന്ന സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നമ്മൾ വേറെ സെപ്പറേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്തു? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് കാണാനുള്ള ഇക്വേഷനാണ് എന്ത്? D × 100 square by R square. ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സം ഡെപ്പോസിറ്റഡ്, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻ എ ബാങ്ക് ഫോർ 2 years. ഓക്കെ, ഒരു ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു പ്രിൻസിപ്പൽ ഓഫ് എമൗണ്ടിൻ്റെ മുകളിൽ കണ്ട സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും 2 വർഷത്തേക്ക് കണ്ട അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇസ് 640. രണ്ടും എത്ര പെർസെൻറ്റേജ് ആണ് റേറ്റ് വരുന്നത്? 8% പെർ ആനം റേറ്റ് ആണ് സിമ്പിൾ ഇൻട്രസ്റ്റിനും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനും റേറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രിൻസിപ്പൽ എമൗണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ത് ചെയ്യുക? കണ്ടെത്തുക. സോ നമ്മൾ ഇക്വേഷൻ പറഞ്ഞുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ് മൈനസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 years എന്ന് പറയുന്നത് 640 ആണ്. ഓക്കെ, ഡിഫറൻസ് എന്ന് പറയുന്നത് 640 ആണ്. ഇതാണ് ഡി എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഡിഫറൻസ് ഇക്വേഷനിലുള്ള ഡി സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞ 640 ആണ്. Then equation apply P is equal to D into 100 square by R square. That is 640 into 100 square by 8 square. 8 ആണ് നമ്മുടെ റേറ്റ് ഓഫ് പെർസെൻറ്റേജ് വരുന്നത്. That is equal to 640 into 100 into 100 by 64. That is equal to 1000 into 100 is equal to 1 lakh. Okay. കട്ട് ഓഫ് ആയി പോകുന്ന കേട്ടോ. കട്ട് ഓഫ് ചെയ്ത് പ്രത്യേകം കാണിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്യാം? നേരിട്ട് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 640 into 100 into 100 divided by 64 എന്ന് പറയുന്നത് എത്രയാണ്? 1 lakh ആണ്. ഓക്കെ, ദിസ് ഈസ് ദ 5th ഷോർട്ട് കട്ട്. അപ്പോൾ
നെക്സ്റ്റ് ഷോർട്ട് കട്ട് വരുന്നത് ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഗിവൺ ഫോർ 3 ഇയേഴ്സ്, നേരത്തെ പറഞ്ഞത് 2 ഇയേഴ്സിനാണ്. ഇൻ സച്ച് എ കേസ് പി വിൽ ബി ഡി ഇൻറ്റു 100 ക്യൂബ്. ഓക്കെ, ദിസ് ഈസ് 3 ആണ്. ആൻഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് 300. ഓക്കെ, എന്താണ് ഇക്വേഷൻ? ഡി ഇൻറ്റു 100 ക്യൂബ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് 300. അപ്പോൾ ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നില്ല. അപ്പം 3 വർഷത്തേക്കുള്ള ഒരു ബാങ്കിൽ എന്ത് ചെയ്തു, ഒരു എമൗണ്ട്, പർട്ടിക്കുലർ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് മുകളിൽ 3 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അവ തമ്മിൽ വന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 1000 ആണ്. ഓക്കെ, എക്സാമ്പിൾ ആണ് പറയുന്നത്. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5% പെർ ആനം ആണ്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഡി എന്ന് പറയുന്നത് എത്രയാണ്? 1000 ആണ്. ഡിഫറൻസ് 1000 ആണ്. ഇൻറ്റു 100 ക്യൂബ് ബൈ ആർ എന്ന് പറയുന്നത് 5 ആണ്. 5 സ്ക്വയർ ഇൻറ്റു 5 പ്ലസ് 300, ആർ പ്ലസ് 300 ഇക്വൽ ടു 1000 ഇൻറ്റു 100 ഇൻറ്റു 100 ഇൻറ്റു 100 into 25 into 305 is equal to 1,31,147. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കട്ട് ഓഫ് ചെയ്തിട്ടും കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യാം. 1000 ഇൻറ്റു 100 ഇൻറ്റു 100 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 25 ഇൻറ്റു 305 എന്ത് ചെയ്യണം, നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് എം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1,31,147 പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും. നെക്സ്റ്റ് ഷോർട്ട് കട്ട് വരുന്നത് ഇഫ് എ സം ഓഫ് മണി ഈസ് ഡെപ്പോസിറ്റഡ് ബിക്കംസ് A1 in T1 years and A2 in T2 years, then the amount deposited initially is. Okay, ഒരു സം ഓഫ് മണി, ഒരു പർട്ടിക്കുലർ സം ഓഫ് മണി എന്തായി, T1 ഇയേഴ്സിൽ ഇത്ര ഒരു നമ്പർ ഓഫ് ഇയേഴ്സിൽ A1 എന്ന ഒരു എമൗണ്ടും കിട്ടി. വേറൊരു നമ്പർ ഓഫ് ഇയേഴ്സിൽ A2 എന്നുള്ള എമൗണ്ടും കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്ന് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് A2 T1 മൈനസ് T2 A1 ബൈ T1 മൈനസ് T2. അപ്പോൾ എന്താണ് ഇക്വേഷൻ? A2 ഇൻറ്റു T1 മൈനസ് T2 ഇൻറ്റു A1 ബൈ T1 മൈനസ് T2. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വെച്ച് നോക്കാം. Sum of money becomes, for example, okay, a sum of money becomes 15,000 in 5 years. Okay, and 18,000 in 8 years. Find initial amount deposited, that is P. അതായത് ഇപ്പോൾ ഇതിൽ എങ്ങനെയാണ് വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, ആ എമൗണ്ട് A1 ആവും. ഓക്കെ, 15,000 ആണ് ഈ കേസിൽ A1. എത്ര ഇയേഴ്സിൽ? T1 ഇയേഴ്സിൽ. ആൻഡ് A2 ആവും 18,000 ആണ് ഈ കേസിൽ എത്ര ഇയേഴ്സിൽ? 8 ഇയേഴ്സിൽ, ദാറ്റ് ഈസ് T2 ഇയേഴ്സിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ P എങ്ങനെയാണ് കാണേണ്ടത്? നമുക്ക് ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് A2 ഇൻറ്റു T1 മൈനസ് A1 ഇൻറ്റു T2 ബൈ T1 മൈനസ് T2 is equal to 15,000 ഇൻറ്റു 5 മൈനസ് 8 ഇൻറ്റു ഇവിടെ 18,000 ആണ്. 8 ഇൻറ്റു 15,000 ബൈ 5 മൈനസ് 8 that is equal to 90,000 minus 1,20,000 by minus 3 is equal to 30,000 by 3 minus 30,000 by minus 3, that is
10,000. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 10,000 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഷോർട്ട് കട്ട്. അപ്പോൾ നെക്സ്റ്റ് ഷോർട്ട് കട്ട് വരുന്നത് ഇഫ് സം ഓഫ് മണി ബിക്കംസ് n times, okay, n times in t years, then it will become m times in ഇതാണ് ഇക്വേഷൻ. ഇത്രയും ഇക്വേഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇയേഴ്സ് കിട്ടും. അതായത് ഒരു പെർട്ടിക്കുലർ സം ഓഫ് മണി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു, അത് n ടൈംസ് എന്താവും? ഡബിൾ ആവും, അല്ലെങ്കിൽ n ടൈംസ് അത് മൾട്ടിപ്പിൾ ആവും. എത്ര ഇയേഴ്സിനുള്ളിൽ? ഒരു t ഇയേഴ്സിനുള്ളിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ m ടൈംസ് എത്ര വർഷത്തിനുള്ളിൽ ആവും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു സം ഓഫ് മണി, ഓക്കെ, ഒരു സം ഓഫ് മണി becomes 3 times in എത്ര? 20 years from our rate of interest in what time period? It will become 5 times. ഓക്കെ, അപ്പോൾ ഒരു സം ഓഫ് മണി നമ്മൾ എന്ത് ചെയ്തു? ഡെപ്പോസിറ്റ് ചെയ്തു. അത് 3 പ്രാവശ്യം 3 ടൈംസ് മൾട്ടിപ്ലൈ ആയിട്ട്, അതായത് ട്രിപ്പിളായി എത്ര വർഷത്തിനുള്ളിൽ? 20 ഇയേഴ്സിനുള്ളിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അറ്റ് ദ റേറ്റ് ഓഫ് ആ റേറ്റ് നമുക്ക് തന്നിട്ടില്ല, അത് നമുക്കവിടെ ആവശ്യമില്ല, കാരണം ഇക്വേഷനിൽ നമുക്കത് ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ 5 ടൈംസ് മൾട്ടിപ്പിൾ ആയിട്ട് ഡബിൾ ആ എമൗണ്ട് മൾട്ടിപ്പിൾ ആവണമെന്നുണ്ടെങ്കിൽ എത്ര ഇയേഴ്സ് എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൽ n ടൈംസ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ദെൻ t ഇയേഴ്സ് എന്ന് പറയുന്നത് 20 ഇയേഴ്സ് ആണ്. ദെൻ m എന്ന് പറയുന്നത് 5 ഇയേഴ്സ് ആണ്. അപ്പോൾ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. m - 1 by n - 1 into t, that is 5 - 1, 3 - 1 into 20, that is 4/2 into 20 is equal to 40 years. ഓക്കെ, 40 ഇയേഴ്സിനുള്ളിൽ എമൗണ്ട് എന്താവും? 5 ടൈംസ് മൾട്ടിപ്പിൾ ആവും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഷോർട്ട് കട്ട്സ്. ആൻഡ് താങ്ക് യു.